which is our national tree. Very good, banyan tree. ഹായ് ഫ്രണ്ട്സ്, ഐ എം അരുൺ ഷെല്ലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹോം സ്കൂളിങ്ങിനെ പറ്റിയാണ്. എൻ്റെ കുട്ടികൾക്ക് 2.5 വയസ്സ് കഴിഞ്ഞു. ഈ ലോക്ക്ഡൗൺ ടൈമിൽ എൻ്റെ കുട്ടികൾ ഭയങ്കരമായിട്ട് മുഷിയുണ്ടായി. എൻ്റെ കുട്ടികളെന്നല്ല, ഈ ദുനിയാവിൽ ഈ ലോകത്ത് മൊത്തവും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഭയങ്കരമായിട്ട് മുഷിയുണ്ടായി. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. വീട്ടിൽ അവിടെ ഇവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ബോറിങ് ആയി അവർക്ക്. അപ്പോൾ അവർക്ക് എന്ത് ഒരു ആക്ടിവിറ്റി കൊടുക്കാമെന്നുള്ള എൻ്റെ ചിന്ത എത്തിപ്പെട്ടത് ഫ്ലിൻഡോ ക്ലാസ് അറ്റ് ഹോം അവരിലേക്കാണ്. ഞാൻ അവരെ പറ്റി അന്വേഷിക്കുകയുണ്ടായി. അവരെപ്പറ്റി അന്വേഷിച്ചു, അവരുടെ നമ്പർ കിട്ടി, അവരെപ്പറ്റി അന്വേഷിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ എനിക്കൊരു ക്ലാസ് അയച്ചു തന്നു. കുട്ടികളെ കൊണ്ട് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്നുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അതെനിക്ക് അയച്ചു തന്നു. എനിക്കത് കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഒരു അഡ്മിഷൻ എടുക്കുകയുണ്ടായി. അഡ്മിഷൻ എടുത്തപ്പോഴേക്കും അവർ എനിക്കൊരു ID, ഒരു പാസ്വേഡ് തന്നു. അത് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഫ്ലിൻഡോയിൽ. അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം അവരിടുന്ന വീഡിയോ നമുക്ക് കിട്ടും. ലോഗിൻ ചെയ്ത് അവർ ഓരോ ദിവസം ഇടവിട്ട് വീഡിയോ ചെയ്ത് ഈ വെബ്സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്യാറുണ്ട്. ലൈവായിട്ട് നമുക്ക് ഈ വീഡിയോ കാണാം, അല്ലാതെ റെക്കോർഡഡ് സെക്ഷനും ഉണ്ട്. ലൈവായിട്ട് കാണുന്നവർക്ക് കുഴപ്പമില്ല, ടൈം ഇല്ലാത്തവർക്ക് ഈ റെക്കോർഡഡ് സെക്ഷനിൽ പോയി കാണാം. അങ്ങനെ 9 മാസത്തെ കോഴ്സാണ് എൻ്റെ കുട്ടികൾക്ക് കിട്ടിയത്. 9 മാസത്തെ കോഴ്സിനെ അവർ 3 മാസം വീതമുള്ള 3 ടൈമായിട്ട് തിരിച്ചു. അങ്ങനെ ആദ്യത്തെ ടൈമിലെ ബോക്സ് ഞങ്ങൾക്ക് കിട്ടി. ഇതാണ് ആ ബോക്സ്. ഈ ബോക്സിൽ ഫുള്ള് അവർക്ക് വേണ്ട മെറ്റീരിയൽസും ആക്ടിവിറ്റി ഷീറ്റ്സ്, ബുക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആക്ച്വലി ഈ കോഴ്സ് കംപ്ലീറ്റ് ആയി ഞങ്ങളുടെ കുട്ടികളുടെ. ഇനി 3-4 സെഷനും കൂടെ മിച്ചമുള്ളൂ, ബാക്കി എല്ലാം കഴിഞ്ഞു. അപ്പം അങ്ങനെ അതിൽ അവർ 3 മാസം വീതമുള്ള, ഞാൻ പറഞ്ഞില്ലേ 3 ടൈമായിട്ടാണ് തിരിച്ചതെന്ന്. അങ്ങനെ ഫസ്റ്റ് ടൈമിൽ ഞങ്ങൾക്ക് കിട്ടിയതാണ് ജംഗിൾ അഡ്വഞ്ചർ, ഒരു ടോപ്പിക്ക്. സെക്കൻഡ് ടോപ്പിക്ക് എബൌട്ട് മീ. തേർഡ് ടോപ്പിക്ക് വേൾഡ് അറൗണ്ട് മീ. ആ ജംഗിൾ അഡ്വഞ്ചറിൽ ആക്ടിവിറ്റി ഷീറ്റ് ഉണ്ട്, പിന്നെ ജേർണലുണ്ട്, സ്റ്റിക്കർ ഷീറ്റ് ഉണ്ട്. അപ്പം ഈ ഒരു ടൈം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാം. എനിക്ക് ആദ്യം ചെയ്യാനായിട്ട് എനിക്ക് അറിയത്തില്ല, ഇത് എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല. അപ്പം നമുക്കൊരു വീഡിയോ ചെയ്ത് ഇതുപോലുള്ളൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇടാൻ പറ്റത്തില്ലല്ലോ. എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരുന്നു ഞാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്തത്. ഞാൻ വളരെ തൃപ്തനാണ് ഈ ഒരു കാര്യത്തിൽ, ഇവരുടെ ഒരു കാര്യത്തിൽ. ഇവർക്ക് ഈ ഫ്ലിൻഡോ ക്ലാസ്സുകാർക്ക് 1.5 വയസ്സ് മുതലുള്ള കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് അവരുടെ കയ്യിലുണ്ട്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇവരുടെ ഒരു ആക്ടിവിറ്റീസും കാര്യത്തിൽ. ഞാൻ നിങ്ങളെ ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവരുടെ ഈ ബുക്സും കാര്യങ്ങളും ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം എന്താണെന്നുള്ളത്. വേൾഡ് അറൗണ്ട് മീൽ, ഇത് സ്റ്റിക്കർ ഷീറ്റ് ബുക്ക്ലെറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സ്റ്റിക്കറും കാര്യങ്ങളുമായിരുന്നു. അപ്പം അവിടെ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ഉപകാരപ്പെട്ടു. ഇതെല്ലാമായിരുന്നു നമ്മൾ ചെയ്തത്. ഉണ്ടോ, ഓരോ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉള്ളതാണ്. അത് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജംഗിൾ അഡ്വഞ്ചറിലും കണ്ടില്ലേ ഓരോ ആക്ടിവിറ്റീസ് ആണ്. കേട്ടോ, ഒരു ജിറാഫ് ആയിരുന്നു, അതിനെ നമ്മൾ പാറ്റേൺ കൊടുക്കുന്ന ഒരു രീതിയും കാര്യങ്ങളുമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് സെക്കൻഡ് കണ്ടോ, ബി എന്ന ലെറ്റർ അവർ പഠിപ്പിക്കുന്നു. ബെയറിനെ അവർ എന്താ പറയുക, ഒരു ചെറിയ പഞ്ഞി പോലത്തെ ബ്രൗൺ കളറിലെ ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഗം ഓൾറെഡി ഉണ്ടായിരുന്ന സ്റ്റിക്കർ പറിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ആ ഒരു ബി എന്ന ലെറ്ററും പഠിച്ചു. അതിൽ നിന്ന് അവർ ആ ബെയറിൻ്റെ ഒരു മോഡൽ പോലെ ഉണ്ടാക്കുകയും ചെയ്തു. അടുത്ത ഒരു പക്ഷി ഓൽ, അതും ഇതുപോലെ തന്നെ ചെറിയ രീതിയിൽ പാറ്റേൺ കൊടുക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു. അത് ഫിംഗർ കൊണ്ട് ഇങ്കും കാര്യങ്ങളെല്ലാം ഫുൾ പാക്ക് അവർ നമുക്ക് തന്നിരിക്കുന്നത്. ഇത് അവരുടെ ബോക്സ് ആണ്. ഈ ബോക്സിനകത്ത് ഫുള്ള് അവർക്ക് ആക്ടിവിറ്റി ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാമാണ് ഇതിനകത്തുള്ളത്. ഫുള്ള് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, കളർ സാൻഡ്. ഇത് സ്റ്റിക്കർ പറിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കൈ ചെറുതായിട്ട് ഇങ്ങനെ പിഞ്ച് ചെയ്ത് എടുത്തിട്ട് ഇങ്ങനെ സാൻഡ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു.
ഇതും അവർക്ക് വളരെ എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും കാര്യങ്ങളുമായിരുന്നു. പിള്ളേർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്തായാലും ഉണ്ടോ. അങ്ങനെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളുമാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് ഷേപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉണ്ടോ. ഇതിൻ്റെ ടയറൊക്കെ ഓപ്പൺ ആയിരുന്നു. ഇതൊക്കെ സ്റ്റിക്കർ ചെയ്തതാണ് നമ്മൾ കണ്ടോ. ഇത് ട്രയാങ്കിളും കാര്യങ്ങളും അങ്ങനെ ഇതെല്ലാം നമ്മൾ സ്ക്വയർ, റെക്റ്റാങ്കിൾ ഇതെല്ലാം അത് വരുന്നതാണ് ഇതിനകത്ത്. കണ്ടോ, ഫോക്സിൻ്റെ ഈ ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ സ്റ്റിക്കർ ചെയ്തത്. ഞാൻ നേരത്തെ സ്റ്റിക്കർ ബുക്ക് കാണിച്ചില്ലേ, അതിനകത്ത് എടുത്ത് സ്റ്റിക്കർ ചെയ്യുന്നതാണ്. കണ്ടോ സീബ്രയുടെ ഈ സ്ട്രൈപ്പും കാര്യങ്ങളെല്ലാം ഇത് സാൻഡ് കൊണ്ട്, ബ്ലാക്ക് സാൻഡ് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്, കുട്ടികൾ ചെയ്തതാണ് ഇതെല്ലാം. അപ്പം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളുമാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ കുട്ടികൾ ചെയ്യുന്ന ഒരു സെഷൻ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളത് എന്തായാലും ഒന്ന് കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ. കിളിക്കൂട് എന്നുള്ള കൺസെപ്റ്റ് കുട്ടികളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റിയാണിത്. ഇതിനകത്തൊരു നമ്മളൊരു കിളിക്കൂട് ഉണ്ടാക്കുന്നുണ്ട്, ഒപ്പം മുട്ടകളുണ്ട്, പിന്നെ കിളിക്കുഞ്ഞുങ്ങളുടെ തല ഉണ്ടാകാൻ വേണ്ടിയിട്ട് ക്ലേ ഉണ്ട്, അതിന് ബീക്സ് ഉണ്ട്, കണ്ണുണ്ട്, തൂവലുകളുണ്ട്. പിന്നെ തള്ളപ്പക്ഷി അതിൻ്റെ ബീക്ക് കൊണ്ട് ഫീഡ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഹോൾഡ് ചെയ്യുന്ന ഇത് തന്നിട്ടുണ്ട്. തള്ളപ്പക്ഷിയുടെ ബീക്കാണ് എന്നുള്ള ഇതിന് വേംസിനെ ഫീഡ് ചെയ്യുന്നു. മോളുണ്ട് വേംസിനെ എടുത്ത് ഫീഡ് ചെയ്യിക്കുന്നത്. അത് ആ ഇൻസ്ട്രുമെൻ്റ് കൊണ്ട്, അതായത് ഈ ഹോൾഡർ കൊണ്ട് എടുത്ത് ഫീഡ് ചെയ്യിക്കുക. അപ്പോൾ അവരുടെ ഹാൻഡ് കോർഡിനേഷൻ ഇമ്പ്രൂവ് ആവും. ഇതാണ് മോളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് കൺസെപ്റ്റ്. ഇതുവഴി വൊക്കാബുലറി അവർക്ക് വളരെ ഫെമിലിയർ ആവും അവർ ഈ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴത്തേക്ക്. ബീക്ക്, ഐസ്, ഫെതേഴ്സ്, എഗ്സ്, നെസ്റ്റ്, ബേർഡ് ഇതെല്ലാം മനസ്സിൽ നന്നായിട്ട് പതിയും. ഇത് കണ്ടോ, അവരിപ്പം കംപ്ലീറ്റ് ചെയ്തു അവരുടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് ആ കിളിക്കൂടിനകത്ത് മുട്ടകളും പക്ഷിക്കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വെച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ തള്ളപ്പക്ഷി ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോൻ അതാണിപ്പം ചെയ്യുന്നത്. Take it and feed the bird. Arya, slowly. Take it. Take the bird and feed. ഈ മൂവ്മെന്റ് ആണ് വേണ്ടത്. ഇത് കണ്ടോ, ഇതിന് വേണ്ടിയിട്ടാണ് അവരെ കൊണ്ട് ഈ ആക്ടിവിറ്റി ചെയ്യിക്കുന്നത്. ഹാൻഡ് കോർഡിനേഷന് വേണ്ടിയിട്ടാ. Open it. I didn't open your hands. Open your hands a little bit. Open your hands and take it. Okay. ഇന്നത്തെ നമുക്കുള്ളൊരു ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഈ പീക്കോക്കിൻ്റെ സ്റ്റിക്കർ ഉണ്ട്, പിന്നെ അതിൻ്റെ ഫെതേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നീളം പേപ്പറും പിന്നെ ഒരു കുഞ്ഞു പേപ്പറുണ്ട്. നമുക്ക് അതിൻ്റെ ഫെതേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഇതിനകത്ത് പീക്കോക്കിൻ്റെ പച്ചയിൽ നീല കളറുള്ള ഫെതേഴ്സ് അല്ലേ, അപ്പം ഇത് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്തിട്ട് കുഞ്ഞു പിള്ളേരെ കൊണ്ട് ഫിംഗർ പ്രിൻറ്റിങ്ങാണ് ചെയ്യിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റിങ് ചെയ്യിച്ചിട്ട് അതുകൊണ്ട് അതിൻ്റെ വാലുണ്ടാക്കി ഈ പീക്കോക്കിനെ ഒട്ടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്. ഇത് ഓൾറെഡി മോന് പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അവൻ ഫിംഗർ പ്രിൻറ്റ്സ് ചെയ്ത് കുഞ്ഞു പിള്ളേരല്ലേ, നമ്മൾ ചെയ്യുന്ന ആ പെർഫെക്ഷനിൽ അവർ ചെയ്യില്ല. അവരുടെ സൗകര്യത്തിന് അവരുടെ ആശയത്തിനനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. ടീച്ചറും പറയുന്നുണ്ട്, ആരോ ലുക്ക് ഹിയർ വാട്ട് മമ്മ ഈസ് ഡൂയിങ്. അവരുടെ ആശയത്തിനനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. ടീച്ചറും പറയുന്നുണ്ട് അവരുടെ ഇഷ്ടത്തിന് പെയിൻറ്റ് ചെയ്തോട്ടെ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്യാനൊന്നും നിർബന്ധം പിടിച്ചില്ല. ആരോ ലുക്ക് ഹിയർ. What mama is doing? Mama is making peacock. Feather of peacock. Arohi, which is our national bird? Bird, peacock. We are making the feather of peacock. Stick it. Wow. We sticked it. Where is the sticker? Let's apply sticker. Where is your sticker? Peacock sticker. Here it is. Aru will take. Okay, take it yourself. Mama will hold it. You take it. Now you stick it. Stick it here. Where is the head of the peacock? We have to stick it here. Okay.
Now we have done. Arohi, what we made? Peacock. Okay, which is our national bird? Peacock. Very good. Which is our national animal? Lion. Very good. Which is our national flower? Lotus. Very good. Which is our national tree? Red. Ban- Banyan. Very good. Banyan tree. Which is our national emblem? Blue. Which is our national Pillar. lion? ഫാമിലിയിലെ മെമ്പേഴ്സിനെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ന്യൂക്ലിയർ ഫാമിലിയും ജോയിൻറ്റ് ഫാമിലിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഉള്ളൊരു കോയിൻ മെത്തേഡായിരുന്നു ഇത്. ഫാമിലി മെമ്പേഴ്സിന് എല്ലാം ഒരു കോയിൻ്റെ രൂപത്തിൽ അവർ തന്നിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത് കാണിച്ചു കൊടുത്തതിന് ശേഷം മോള് ഇതെങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ കാണിക്കേ. Show like this. Daddy. ആരാത്? Daddy. ഡാഡി. ഓക്കെ, Mommy. ഇവിടെ കാണിക്കേ. നല്ലപോലെ കാണിക്കേ. Show Papa like this. ഓക്കെ ഓക്കെ. Brother. Show properly, brother. Brother. ബ്രദർ. ഓക്കെ Sister. Sister. ഓക്കെ, ഗുഡ്. Who is that? Ma. Ma. Ah, Grandma. grandma. Show properly, grandma. Grandpa. Show properly, grandpa. ഗ്രാൻഡ്പാ. ഓക്കെ ആരോഹി, വെരി ഗുഡ്. Very good, Aru. ഫാമിലിയുടെ സ്ട്രക്ചർ കുട്ടികൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന വേറൊരു മെത്തേഡാണ് മൈ ഫാമിലി ട്രീ. ഇതിനകത്തൊരു ട്രീയും ഏതാനും ബ്രാഞ്ചസുമാണ് കൊടുത്തിരുന്നത്. ആ ബ്രാഞ്ചസിൽ നമുക്ക് ഫോട്ടോ ഒട്ടിക്കാം. ആ ബ്രാഞ്ചസ് ഞങ്ങൾക്ക് ഇനഫ് അല്ലാതിരുന്നതുകൊണ്ട് ഞങ്ങൾ എക്സ്ട്രാ ഫോട്ടോസ് ഒട്ടിച്ചു. ഞങ്ങളുടെ കയ്യിൽ എത്ര പേരുടെ ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത് അവരുടെ ഫോട്ടോസ് ഒട്ടിച്ചു. ഇതിൽ എൻ്റെ അമ്മയുടെയും അരുണിൻ്റെ അമ്മയുടെയും പേരൻസിൻ്റെ പിക്ചേഴ്സ് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നുകൊണ്ട് ഒട്ടിക്കാൻ പറ്റിയില്ല. ആരോ, please take the sand and sprinkle it on the fish. Yes, like that. Very good. ഇത് പിൻസർ ഗ്രാസ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അവർ 2 അല്ലെങ്കിൽ 3 വിരൽ ഉപയോഗിച്ച് സാൻഡ് എടുത്തിട്ട് അത് സ്പ്രിങ്കിൾ ചെയ്യുവാണ് ചെയ്യുന്നത്. അത് നിരത്തി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് അവർ വാരിയെടുക്കും. അതിന് പകരം ഈ കവറിൽ നിന്ന് തന്നെ എടുപ്പിക്കുവാണെങ്കിൽ അവർ ആ 2 വിരൽ അല്ലെങ്കിൽ 3 വിരലേ കയറുള്ളൂ, അങ്ങനെ എടുക്കും. ഇത് കണ്ടു, അത് കംപ്ലീറ്റ് ചെയ്ത ആക്ടിവിറ്റിയാണ്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് പിള്ളേർക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസിൽ കൂടെ അവരത് ചെയ്യിക്കുന്നത്. Bag. Yes, what we are going to do. Bag. Nice. Duck. Mini bag. Over. Here. Flower. What is that, Aru? What you are doing? He's pitching onto he. Oh, Pitching. you are making wings out of clay. Are you making wings out of clay? Which song you are singing? Let me singing. Oh, La 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 la. Let's stick onto he. on the wings. Aryan, Aru, നമുക്കിന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? Are you ready? Ready. Ready. Very good. Aryan, are you ready? Shall we open? Open. Open. എന്താണ് ഇതിനകത്തുള്ളത്? Yellow കളറിൽ എന്താ ഉള്ളേ? Duck curtain. Oh, it's a duck. Very good. What else is there? Did you find googly eyes? Yes. Yes. How many googly eyes are there? Take it out. Take the feathers out. Keep it aside. And take the googly eyes. Two monkey eyes. Oh, 2 googly eyes are there. Hello. Okay. Now, what is this? Which bird is this? Aryan, which bird is this? Open. Duck. Very good. How many ducks are there? 1, 2. Tell me which bird is this? Duck. Duck. What the duck says? Duck. Quack, quack. Quack, quack, quack. Aru, Aryan, look here. What to do? Open. What to do? Feathers. Duck is missing something. Achan, please. Come, come, come. Aryan, what we need? We need acacia glue for sticking. No. We need acacia glue for sticking. Taking a duck.
Sticking the duck. We will stick the head of the duck. What you are taking? Feather. Feathers. Duck is having feathers. Which are all the things are missing? The duck is missing eyes. Look here, Anu. Eyes are missing. We have to stick the eyes. Then we have to stick feathers. How we will stick feathers here? Is it sticking here now? You have to stick it here with the help of acacia glue. It's not coming out. Is it coming out or not? Yeah, you take it out. You took it out. Now we have to stick it. Will you stick or you need Mama's help for that? Arohi will stick. Wait. First we have to stick here. We have to apply acacia glue here and we have to stick the head and beak of the duck. Where is the beak of the duck? Can show me the beak. Very good. The duck is having medium sized beak. Duck is having medium sized beak and it says quack quack quack. Aryan, come here. Let us stick acacia glue. Let us stick acacia glue. Aryan, now you stick it. Stick the head and neck. Come. Stick it. Yes, Aryan, look. Mama sticked it. Mama sticked it. Now what we have to do? Peel it. Very good. Take it out. Wow. Good. Give to me. We can keep it aside for putting in the trash. Now you stick it. Where you will stick the eyes? Stick it. Stick. Yes. Stick the eyes. Now one more eye you have to stick. Peel. Yes. Keep it aside. And stick it. Stick it. Oh. Stick it. Very good. 1 minute. Aryan's duck is ready. Peel it. Okay. Will you stick it now? Aru will stick it now. Yes. Very good. Now, what we have to do? Whether the duck is having feather? Yes. Aryan, whether the duck is having feather? We have to stick the feathers. For that, what we have to do? We have to apply the glue. Mama will apply the glue and give you. Wait. Aryan, please wait. Aru, are you applying glue? 1 minute. Aru, from here to here, from head to tail, you have to stick. From head to tail, you have to stick it. Stick it from head to tail. Take one by one at a time. 5 little ducks went out one day over the hill and far away. The mother duck said, quack, quack, quack. How many little ducks came back? Stick. Hold the stick. Mother. Only 3 little ducks came back. Very good. Enough. Now Mama will apply acacia glue on the other side. Okay. Now let me apply acacia glue on the other side and give you.
For sticking the feathers. Stick the feathers. Please stick the feathers. 3 little ducks went down. ഇത്രയായിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റീസ്. ഇവരുടെ ആക്ടിവിറ്റീസ് ഏകദേശം ഉള്ള കോർ കൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കളികളിൽ കൂടി കൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൂടി കുട്ടികളുടെ മോട്ടോർ സ്കിൽസ്, ഗ്രോസ് മോട്ടോറും ഫൈൻ മോട്ടോറും. മീൻസ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-2.5 വയസ്സുള്ള കുട്ടി സാധനങ്ങൾ എടുക്കുന്നത് എപ്പോഴും ഇങ്ങനെയായിരിക്കും. പക്ഷെ ഇത് അവര് ഓരോ ഫെതേഴ്സ് തൂവലുകളായിട്ട് എടുത്ത് ഒട്ടിക്കാനായിട്ട് പറയുമ്പോൾ കുഞ്ഞുങ്ങള് അത് ഇങ്ങനെ എടുത്ത് അവർക്ക് ഒട്ടിക്കാൻ പറ്റില്ല, ഇങ്ങനെ എടുത്ത് ഒട്ടിക്കാൻ പറ്റില്ല. അതിന് പകരം അവരെന്താ ചെയ്യുന്നത്, പതിയെ ഇങ്ങനെ എടുക്കാൻ പഠിക്കും, ഇങ്ങനെ എടുക്കാനായിട്ട് പഠിക്കും. ഇങ്ങനെ എടുത്ത് ഈ ഡക്കില് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പഠിക്കും. അന്നേരം ഈ 3 ഫിംഗർ, മെയിൻ കൺസെപ്റ്റ് ഇതാണ്, ഈ 3 ഫിംഗർ കൊണ്ട് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പഠിക്കുക. അതിന് അവർ പല പല ആക്ടിവിറ്റീസിൽ കൂടെയാണ് ഇത് പഠിപ്പിക്കുന്നത്, ഈ ഗ്രാസ്പിങ് ഡെവലപ്പ് ചെയ്യിക്കുന്നത്. അതിനൊരു ആക്ടിവിറ്റിയാണ് ഇത്. ഇങ്ങനത്തെ ആക്ടിവിറ്റികൾ വേറെ ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്, അന്നേരം ഇത് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈ ചെയ്യുക. ബേർഡ്സിന് ഫ്ലൈ ചെയ്യാൻ കഴിവുണ്ട്, സ്വിം ചെയ്യാൻ കഴിവുണ്ട്. അത് രണ്ടും 2 കൺസെപ്റ്റ് ആണ്. അത് ആർക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, ഒരു കുളത്തിന്റെ പടമൊക്കെ കൊടുത്ത് അന്നേരം കുളം അല്ലെങ്കിൽ വാട്ടർ, ആ വാക്കുകൾ അവരുടെ ഇപ്പൊ ഇവര് ടോഡ്ലർ ഗ്രൂപ്പിൽ എൻറോൾ ചെയ്തിരിക്കുന്നത് അവരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 to 40 വേർഡ്സ് ഒരു ഡേയിലെ ക്ലാസ്സിൽ ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് പല പല ആക്ടിവിറ്റീസിൽ കൂടെയും സ്റ്റോറീസിൽ കൂടെയും അതുപോലെ തന്നെ പാട്ടുകളിൽ കൂടെയും ആണ് അവര് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക്, പല പ്രാവശ്യം കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ വൊക്കാബുലറി ഇംപ്രൂവ് ആകും. അതാണ് ഇവരുടെ കൺസെപ്റ്റും ഇവരുടെ ക്ലാസിന്റെ രീതിയും അതാണ്. ഇന്ന് നമുക്ക് 3 ആക്ടിവിറ്റീസ് ആയിരുന്നു തന്നത്, ക്ലാസ്സിൽ ടീച്ചർ തന്നത്. ഇത് ഒരു ഡക്കിന്റെ ഒരു ഷേപ്പ് ആയിരുന്നു. ഈ ഡക്കിന്റെ ഷേപ്പ് പ്ലെയിൻ ആയിരുന്നു, വെറും കട്ടൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കട്ടൗട്ടില് ഈ തൂവൽ ഒട്ടിക്കാനായിട്ടും കണ്ണുകൾ 2 സൈഡിലും കണ്ണുകൾ ഒട്ടിക്കാനായിട്ടുമാണ് നമുക്കുണ്ടായിരുന്ന ആക്ടിവിറ്റി. കുട്ടികൾക്കപ്പോൾ ഈ ആക്ടിവിറ്റി കൂടെ അവർക്ക് മനസ്സിലാകും, കണ്ണ് ബോഡിയുടെ ഒരു ഭാഗമാണ്, അത് ഏത് ഭാഗത്താണ് വരുന്നത്, പിന്നെ ബീക്സ് കൊക്കുകളുണ്ട് എന്നുള്ളത്, പിന്നെ ഫെതേഴ്സ് തൂവലുകള്. ഇത് ഇത്രയും കാര്യങ്ങൾ കുഞ്ഞിന്റെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ആക്ടിവിറ്റി ആയിരുന്നു. അപ്പോൾ അവർക്ക് ഈ തൂവലുകൾ ഒട്ടിച്ചത്, ഈ തൂവലുകളുടെ ഒരു ഐഡിയ കിട്ടി. കണ്ണിന്റെ ഇത് ഒന്നുകൂടെ, കണ്ണ് എന്താണെന്ന് അറിയാമെങ്കിലും ഒന്നുകൂടെ അതൊരു കൺസെപ്റ്റ് ഒന്നുകൂടെ തറവായി. പിന്നെ ബീക്സ്, കൊക്കുകളുടെ ഇത്, അതും അവർക്ക് മനസ്സിലായി ഈ ഒരു ആക്ടിവിറ്റി. അപ്പം ഡക്കിന്റെ ഒരു ബോഡി പാർട്സിന്റെ ഒരു ഐഡിയ അവർക്ക് കിട്ടി. ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസം ഇടവിട്ടാണ് നമുക്ക് ക്ലാസ് വരാറ്. നമ്മൾ ഈ ക്ലാസ് കുട്ടികളെ കൊണ്ട് ചെയ്യിച്ച് കഴിഞ്ഞിട്ട് ഓരോ ദിവസത്തെയും അസസ്മെൻറ്റ് നമ്മൾ ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. വേറൊന്നുമില്ല, അത് കുട്ടികൾ എത്ര രീതിയിൽ അത് ചെയ്തു, എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു, അത് ചെയ്യാൻ പറ്റിയില്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ എല്ലാ 3 മാസവും കൂടുമ്പോഴേക്കാണ് അവർ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അവരുടെ പ്രോഗ്രസ്. അത് നമുക്ക് 3 മാസം കൂടുമ്പോഴേക്കും നമുക്ക് കിട്ടും. പിന്നെ വേറെ 2-3 ആക്ടിവിറ്റിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഉദാഹരണമായിട്ട് പറയാനായിട്ട് ഇത് കണ്ടോ, ഇത് കുട്ടികൾക്ക് കൊടുത്തൊരു ആക്ടിവിറ്റിയാണ്, ഹാൻഡ് കോർഡിനേഷന് വേണ്ടിയിട്ട്. ഈ ലൈസ് ഇങ്ങനെ ഈ ചെറിയ ഹോളിൽ കൂടെ കൊരുത്ത് എടുത്തു പിള്ളേരെ കൊണ്ട് അത് ചെയ്യിക്കും. അപ്പോൾ അവരുടെ ഹാൻഡ് കോർഡിനേഷൻ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി. അത് കഴിഞ്ഞ് ഇത് അവരുടെ അരയിൽ കെട്ടിയിട്ട് റൈംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, 2-3 റൈംസും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് സ്നേക്ക്. ഇത് കണ്ടോ, ഇതൊരു സ്നേക്കാണ്. 2 ഗൂഗിൾ ഐസ് ഒക്കെ ചെയ്ത് കളർ കോർഡിനേഷന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കൊരുത്ത് ഉണ്ടോ, ഇത് വെച്ച് ഇങ്ങനെ കൊരുത്ത് എടുത്തിട്ട് ഇതും അവരെ കൊണ്ട് ചെയ്യിച്ചതാണ്. ഇതൊക്കെ അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരു ആക്ടിവിറ്റികളിൽ ഒന്നായിരുന്നു ഇത്. ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട്. അപ്പം നമ്മുടെ വീഡിയോ വീണ്ടും ലെങ്ത് കൂടി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വളരെ സെലക്റ്റീവായിട്ടുള്ള എടുത്ത് ഞാൻ കാണിച്ചത്. കണ്ടോ, ഇതും ഒരു ആക്ടിവിറ്റി ആയിരുന്നു.
നമ്മുടെ ആനിമൽസിൻ്റെ കുറേ ഫോട്ടോസാണ് മിസ്മാച്ച് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ കറക്റ്റ് ഓരോന്നും മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ മാച്ച് ചെയ്യിക്കണം അവരെ കൊണ്ട്, ഏതാണ് എന്താണ് അത് 2 സൈഡും കണ്ടോ ഇങ്ങനെ മാച്ച് ചെയ്യണം. ഈ ആക്ടിവിറ്റിയൊക്കെ അവർ വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്ത ആക്ടിവിറ്റികളായിരുന്നു. ഇതുപോലെ പല ആക്ടിവിറ്റികളും നമുക്ക് അവർ തരുന്നുണ്ട്. ക്ലാസ്സുകൾ 1.5 വയസ്സ് മുതൽ UKG വരെയുള്ള കുട്ടികൾക്കാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് സർട്ടിഫിക്കറ്റ് കോഴ്സാണ് കേട്ടോ. മുന്നോട്ടുള്ള പഠനത്തിന് അത് പ്രയോജനപ്പെടും. നമ്മുടെ ഫ്ലിൻഡോക്കാരുടെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെട്ടിട്ട് എന്ന് കരുതി. ഞാൻ ഇതിൻ്റെ ഫീസും കാര്യങ്ങളും പറയുന്നില്ല, വേറൊന്നുമല്ല. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും ചിലപ്പോൾ റേറ്റ് ഇതിൻ്റെ ഫീസിൽ വ്യത്യാസങ്ങളും വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. ഇതിനകത്ത് എന്തൊക്കെയാണ്, ഈ ബോക്സിൽ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനൊരു താല്പര്യം ഉണ്ടാകും. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണത്തില്ല. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് എടുത്ത് കാണിക്കാൻ പറ്റില്ല. ഓരോ ദിവസത്തെ ആക്ടിവിറ്റിക്ക് അവർ ഓരോ പാക്കറ്റായിട്ടാണ് അവർ അതിൻ്റെ മെറ്റീരിയൽസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ Day 1, Day 2, Day 3 എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് എടുക്കാൻ പറ്റും. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു രീതിയിലാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗൈസ്, ഇതുവരെ നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരും ദിവസങ്ങളിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ I am Arun Shelly, signing off.